കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിൽ ദൈവം നമ്മെ പലരെയും പല അനുഭവങ്ങളിലും അനുഗ്രഹങ്ങളിലും സഹായിച്ച് നടത്തുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഫേസ് ഇറ്റ് ചർച്ചിൻ്റെ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ ഈ ഞായറാഴ്ച കൊണ്ട് അവസാനിച്ചു. ഏജ് ഹോളിൽ വരുന്ന പല ദൈവമക്കളും അവിടെ വന്ന് ആ മീറ്റിങ്ങിൽ അനുഗ്രഹം പ്രാപിക്കുന്നത് കാണാനിടയായി. സഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു. 21 ദിവസം. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന യോഹന്നാൻ്റെ 3-ാം ലേഖനത്തിൽ 2-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവകൃപയിൽ നമ്മൾ ശുഭമായിരിക്കുകയാണെങ്കിൽ യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത് പോലെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് കാണുന്നതിന് പ്രയാസമില്ല. അപ്പനെ അനുസരിക്കുന്ന മക്കളെ ശിക്ഷിക്കത്തില്ല, അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് എക്കാലവും അനുഗ്രഹമുണ്ട്. പഴയ നിയമത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ തന്നെ അതേ വിശ്വാസം ലഭിച്ച പുതിയ നിയമവിശ്വാസികളെയും ദൈവം അനുഗ്രഹിക്കും. ഇതൊക്കെയും നമ്മൾ പഠിച്ചു. മാത്രമല്ല സാമ്പത്തികത്തിലും ജോലിയിലും കുടുംബജീവിതത്തിലും തലമുറയിലും ആരോഗ്യത്തിലുമൊക്കെ അനുഗ്രഹമുണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കണമെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉപദേശമുള്ള ഒരു സഭയിൽ നമ്മളായിരിക്കണമെന്ന് അവസാനം നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളും വെളിപ്പെട്ട് വരുന്നത്, ലോകത്തിന് വെളിപ്പെട്ട് വരുന്നത് സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന സഭയിൽ കൂടെയാണ് എന്ന് തിരുവചനം പറയുന്നു. ഞാനെന്തോടെ പറയാം? ദൈവത്തിൻ്റെ സകല നന്മകളും മനുഷ്യർക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്നത് സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ സഭ മുഖാന്തരമാണ്. പ്രൈസ് ഗോഡ്. എഫെസ് ലേഖനം നിങ്ങൾ പഠിച്ചാൽ ഇതിനോട് ചേർന്ന് പല കാര്യങ്ങളും അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ നന്മകൾ പ്രാപിക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന മുഖാന്തരങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഇന്ന് രാത്രി ഈ ഒക്ടോബർ മാസത്തിൽ ചിന്തയ്ക്കായി ഫേസ് സിറ്റിയിൽ വിശ്വാസികൾക്ക് പഠിക്കുന്നതിനായി മാത്രമല്ല ഈ ഏജ് ഹോളിൽ ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന നിങ്ങൾക്കേവർക്കും പഠിക്കാനുള്ള സൗകര്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ സദൃശവാക്യത്തിൻ്റെ ഒരധ്യായം നിങ്ങൾ മുടങ്ങാതെ വായിക്കുന്നത് അനുഗ്രഹമായിരിക്കും. എല്ലാ ദിവസവും വായിക്കണം. 15 ദിവസം കൊണ്ട് ഇത് വായിച്ചു കഴിയും. അടുത്ത 15 ദിവസം 16 തൊട്ട് വായിക്കണ്ട, അത് നമുക്ക് അടുത്ത മാസം വായിക്കാം. വീണ്ടും ഒരു റൗണ്ട് കൂടെ ഒന്നൊന്ന് തുടങ്ങി ഈ ഒക്ടോബർ മാസം 30-ാം തീയതി ആകുമ്പോൾ 15 അധ്യായങ്ങൾ നമ്മൾ വായിച്ചിരിക്കണം. 31-ാം തീയതി 16-ാമത്തെ അധ്യായം വായിക്കാം. നവംബർ 1 മുതൽ അടുത്ത 15 അധ്യായം, ഇങ്ങനെ 31 അധ്യായങ്ങളും ഈ വർഷത്തിൻ്റെ അവസാന മാസങ്ങളെത്തിയിരിക്കുന്ന ലാസ്റ്റ് ക്വാർട്ടറിലെത്തിയിരിക്കുന്ന നമ്മൾ പ്രാർത്ഥനയോടെ വായിക്കുകയാണെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യത്തെ ചൊവ്വാഴ്ച ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സദൃശവാക്യത്തിൽ നിന്നാണ്. സദൃശവാക്യം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സദൃശവാക്യം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ രാജാവായി ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും
അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ ഉദ്ദേശം അവിടെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഏതാണ്ട് 15 കാര്യങ്ങൾക്ക് സദൃശവാക്യത്തിൻ്റെ പഠനം നമ്മെ സഹായിക്കുമെന്നാണ് പ്രാരംഭമായി പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 15 കാര്യങ്ങൾക്ക് സദൃശവാക്യങ്ങളുടെ വായന പഠനം പ്രയോജനപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, അവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ 7-ാം വാക്യം ശ്രദ്ധിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പ്രൈസ് ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഓൾ വിസ്ഡം. പ്രൈസ് ഗോഡ്. സർവജ്ഞാനത്തിൻ്റെയും ആരംഭം ദൈവഭയത്തിൽ നിന്ന് ആണ് എന്ന് ശലോമൻ പറയുന്നു. ആയിരിക്കണമെന്ന് ഇന്ന് രാത്രി ഞാനും പറയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ജ്ഞാനങ്ങളുടെയും ആരംഭം ദൈവഭക്തിയാണ്, ദൈവഭയമാണ്. 3 പ്രാവശ്യം ഈ സത്യം തിരുവചനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം സദൃശവാക്യങ്ങളിലും 1 പ്രാവശ്യം സങ്കീർത്തനത്തിലും. സദൃശവാക്യത്തിൽ അടുത്ത പരാമർശം കാണുന്നത് 9-ാം അധ്യായം 10-ാം വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. വീണ്ടും പറയുന്നു. പ്രൈസ് ഗോഡ്. ഇനി 111-ാം സങ്കീർത്തനം 11-ാം വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1:7, 9:10. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 111:4. ദൈവത്തിന് സ്തോത്രം. 111:11. ഈ 3 ഭാഗത്ത് നമ്മൾ വായിച്ചത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പ്രൈസ് ഗോഡ്. ഇത് മനസ്സിലാക്കാൻ സാധിച്ചവരെല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം അവർ യഹോവ ഭക്തന്മാരായിരിക്കും. അവർ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കും. ദൈവത്തെ ഭയപ്പെടുന്നതിനൊരു ഗുണമുണ്ട്. അവൻ എവിടെ പോയാലും എന്ത് ചെയ്താലും അവൻ്റെ ഉള്ളിലൊരു ബോധം വരും. എൻ്റെ ദൈവം ഇത് കാണുന്നുണ്ട്, എൻ്റെ ദൈവം ഇത് അറിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആ ഒരു ബോധം വന്നാൽ തന്നെ 99.9% ശരിയാവും. പിന്നെ ആ 1%, 0.1% ശരിയാകാനായിട്ട് ആ ബോധം അങ്ങ് പ്രാക്ടിക്കലാക്കിയാൽ മതി. ദൈവം അറിയുന്നു, ദൈവം കാണുന്നു, ദൈവം മനസ്സിലാക്കുന്നു. ഏത് ദൈവം? സർവവ്യാപിയായ ദൈവം, ഓംനി പ്രസന്റ് ഗാഡ്. സർവശക്തനായ ദൈവം, ഓംനിപോട്ടന്റ് ഗാഡ്. സർവശക്തനും സർവവ്യാപിയുമായ ദൈവം ഞാൻ എന്ത് ചെയ്താലും അറിയുമെന്നുള്ള ആ ബോധം, അതാണ് യഹോവ ഭക്തൻ്റെ ജ്ഞാനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു, ഞാൻ നാട്ടിലോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ പഞ്ചായത്തിലെ കാര്യം ഞാൻ പറയുന്നില്ല, വില്ലേജിലെ കാര്യം പറയുന്നില്ല, ഡിസ്ട്രിക്റ്റിലെയോ സ്റ്റേറ്റിലെയോ കാര്യം പറയുന്നില്ല. നമ്മുടെ വീട്ടിലുള്ളവർ, ഉദാഹരണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഈ ബോധമുള്ളവരായി വളരുകയായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി എന്ത് അനുഗ്രഹമായിരിക്കും. ഒരു ദൈവബോധമുള്ളവരായിട്ട്, ദൈവ ഭയമുള്ളവരായിട്ട്. അപ്പനും അമ്മയും അറിയാതെ വല്ലതും ചെയ്യൂ? പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പനെയും അമ്മയും അനുസരിക്കുന്ന, അവരെ എല്ലാ കാര്യത്തിലും മുൻനിർത്തി തങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ സന്തോഷമല്ലേ? സന്തോഷമാണെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞു. പ്രൈസ്. അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ സന്തോഷമാണ്.
ദൈവത്തിന് സ്തോത്രം. അവർ പരാജയപ്പെടത്തില്ല, അവർ തകരത്തില്ല. അവരെ പണിയുന്നത് സ്വർഗത്തിലെ ദൈവമായിരിക്കും. ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞുങ്ങളെ, കർത്താവെ, എൻ്റെ മക്കളെ നീയൊന്ന് പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കരമുയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം കൂടെ പറയാം. അങ്ങനെയാണെങ്കിൽ അവരെ ദൈവഭക്തി പഠിപ്പിക്ക്, അവർക്ക് ദൈവ ഭയമെന്തെന്ന് മനസ്സിലാക്കി കൊടുക്ക്. അവർ പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പറയുന്നു, സദൃശവാക്യം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അതവനെ വിട്ടുമാറത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇസ്മായേലിയ കച്ചവടക്കാർക്ക് 11 സഹോദരന്മാരും കൂടെ ചേർന്ന് വിറ്റ യോസഫ് അവിടെ നിന്ന് മിസ്രൈമിൽ കൊണ്ടുപോയി പോത്തിഫറിന് വിറ്റു. അവിടെ വെച്ച് തകർന്നു പോകേണ്ടതാ. പോത്തിഫറിൻ്റെ ഭാര്യ സുന്ദരനും കോമളരൂപിയുമായിരിക്കുന്ന യോസഫിൽ കണ്ണുവച്ചു എന്ന് വായിക്കുന്നു. അവനെ പാപം ചെയ്യാൻ നിർബന്ധിച്ചു എന്ന് വായിക്കുന്നു. തീർന്നില്ല, പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും അവൻ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെന്ന് വായിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് വരുമ്പോൾ അവർ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ എത്ര വലിയ പ്രലോഭനങ്ങളിൽ വന്നാലും ഞാൻ ധൈര്യത്തോടെ പറയാം, ഉറപ്പോടെ പറയാം, അവർ വീണു പോകത്തില്ല. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? ഒരിക്കൽ ബെരഖ്യാവ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ കൊച്ചുമക്കൾ, യെരമ്യാ പ്രവചനത്തിലാണ്, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. പ്രൈസ് ഗോഡ്. 33-34 അധ്യായങ്ങളിൽ യെരമ്യാ പ്രവാചകൻ്റെ കാലത്ത് ഈ മക്കളെ വിളിച്ചു കൊണ്ടുപോയി ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ഒരു മുറിയിൽ കൊണ്ടുപോയിരുത്തി അവരുടെ മുന്നിൽ, പ്രൈസ് ഗോഡ്, ഇതെല്ലാം ഒന്ന് എടുത്തേക്കാം. മുപ്പത്തഞ്ച് 14 രേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിനു മുമ്പ് ദൈവത്തിന്റെ സ്തോത്രം, 5-ാം വാക്യം, 35-ന്റെ 5-ാം വാക്യം, 4-5 വാക്യങ്ങൾ. യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിൻ്റെ മകനായ വാതിൽ കാവൽക്കാരൻ മയസേയാവിൻ്റെ മുറിക്ക് മീതെ ഇഗൂല്യാവിൻ്റെ മകനും ദൈവപുരുഷനുമായ ഹാനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. ഈ ബെരഖ്യാവിൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ ഞാൻ രേഖാബ്യഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പീൻ എന്ന് പറഞ്ഞു. കൊടുക്കുന്നത് ഒരു പ്രവാചകനാണ്. അത് സാധാരണ പ്രവാചകനല്ല, യെരമ്യാ പ്രവാചകൻ. എവിടെ വെച്ചാൽ കൊടുക്കുന്നറിയാമോ? ആരും കാണാത്ത ഒരു മുറിക്കകത്ത് വെച്ചാൽ കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. കുടിപ്പീൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അതിനവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞ് കുടിക്കയില്ല, ഞങ്ങൾ വീഞ്ഞ് കുടിക്കയില്ല. രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. നിങ്ങൾ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുതെന്ന്. വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകുകയും അരുത്.
നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം ആ. എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, 2 വാക്യങ്ങളും കൂടെ. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു വരുന്നു. പ്രൈസ് ഗോഡ്. അവന്റെ വാക്ക് കേട്ട് അനുസരിച്ച് വരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട മക്കളല്ലേ. പ്രൈസ് ഗോഡ്. ഇതാണ് വെളിപ്പാട്. ആര് നിർബന്ധിച്ചാലും അവർക്കൊരു കാര്യം അറിയാം, തങ്ങളുടെ പിതാവ് പറഞ്ഞത്, അപ്പൻ പറഞ്ഞത് അനുസരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നിൻ്റെ മക്കളെ അഭ്യസിപ്പിക്കാൻ ഇടയായാൽ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റയ്ക്കാണെങ്കിലും വിഷയമല്ല, ആരുമില്ലാത്ത സ്ഥാനത്താണെങ്കിലും വിഷയമല്ല. ദൈവഭയമുണ്ടാകണം. നമ്മുടെയൊക്കെ മക്കളെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കൂടി 2 കൊല്ലം കൂടെ കയ്യിൽ കിട്ടും. 12 കഴിഞ്ഞാൽ അവരെ വീട് വിറ്റ്, പറമ്പ് വിറ്റ്, പണയപ്പെടുത്തി, ലോണെടുത്ത് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ നാട് കടത്തും. ചെട്ടിയാർക്കും തേവർക്കൊക്കെ പൈസ കൊടുത്ത് ഇവരേതെങ്കിലും പ്രൊഫഷണൽ കോളേജിലാക്കും. നമ്മൾ വിചാരിക്കുന്നത് എൻജിനീയറിംഗ് പഠിച്ച് അവൻ എൻജിനീയറായിട്ട് വരും, മെഡിസിൻ പഠിച്ച് ഡോക്ടറായിട്ട് വരും, ഹല്ലേലൂയ, നഴ്സിംഗ് പഠിച്ച് നേഴ്സായിട്ട് വരും. ഒന്നും ആയിട്ട് വരുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മോശമായ നിലവാരത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളപ്പോൾ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് പറഞ്ഞ് അവരെ അഭ്യസിപ്പിക്കാൻ നോക്കിയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് പിള്ളേരുടെ കാര്യം. ഇനി വലിയവരുടെ കാര്യത്തിലേക്ക് കടക്കാം. പ്രൈസ് ഗോഡ്. 111-ാം സങ്കീർത്തനത്തിൽ യഹോവ ഭക്തി മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊരു ഒരു ഗ്രാഹ്യം വേണം. ദ വർക്ക്സ് ഓഫ് ഗാഡ്. 111-ാം സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായി 2-ാം വാക്യം മുതൽ 2-ാം വാക്യം, യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവ. യഹോവയുടെ പ്രവൃത്തികൾ വലിയവ. 1, അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും. 2, ശോധന ചെയ്യേണ്ടവയുമാകുന്നു. 3-ാം വാക്യം, അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. ദൈവത്തിന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തോടെ വളരണമെങ്കിൽ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവപ്രവൃത്തി വലുതാണ്. 2, ദൈവപ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളതാണ്. 3, 6-ാം വാക്യം, ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രവൃത്തികളുടെ ശക്തി. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതാണ്, അത് മഹത്വമുള്ളതാണ്, അത് തേജസ്സുള്ളതാണ്, അത് ശക്തിയുള്ളതാണ്. 7-ാം വാക്യം, അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ 5 കാര്യം മനസ്സിലാക്കണം. വളരെ ചെറുപ്പത്തിലെ അവരെ പഠിപ്പിക്കണം. മോനെ, 1, യഹോവയുടെ പ്രവൃത്തി വലുതാണ്. 2, യഹോവയുടെ പ്രവൃത്തി മഹത്വമുള്ളതാണ്. 3, അത് തേജസ്സുള്ളതാണ്. പ്രൈസ് ഗോഡ്. അത് ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. 5-ാമത് പറയുന്നു, സത്യവും ന്യായവുമുള്ളതാണ്. ഓരോ വിരലെ എണ്ണി പഠിപ്പിക്കണം, മറക്കുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പണ്ട് കുഞ്ഞുങ്ങളായിരുന്നപ്പം ഈ കടയിൽ പോകുമ്പം 5 കൂട്ടം കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, ചായപ്പൊടി
ഓർത്തോണ്ടാണ് പോകുന്നത്. പെരുവിരലിന് ചായപ്പൊടി, ചൂണ്ടുവിരലിന് പഞ്ചസാര, ചെറുവിരലിന് ഉപ്പ്. പ്രൈസ് ഗോഡ്. അവിടെ തന്നെ വിരലേ നോക്കിയാൽ മതി, ഓർമ്മ വരും പറഞ്ഞെന്തൊക്കെയാന്ന്. ഇന്ന് രാത്രി ഹല്ലേലൂയ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് തലമുറ അറിയണം, നമ്മളും അറിയണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്വവും, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തേജസ്സും, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ശക്തിയും, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലുപ്പവും ഗ്രഹിക്കാൻ ഇടയായാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ിരിക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ, എവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടത്? എൻ്റെ പ്രവൃത്തി നിഷ്ഫലമായി കിടക്കുന്ന സാഹചര്യങ്ങളിൽ, എൻ്റെ ബുദ്ധി പ്രായോഗികമായി ഒന്നും എങ്ങുമെങ്ങും എത്താതെ കിടക്കുന്ന സാഹചര്യങ്ങളിൽ, പ്രൈസ് ഗോഡ്, നമ്മൾ പറയില്ലേ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ. ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധി പോയി മുട്ടി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാകുന്ന പരിപാടി. ഇന്ന് രാത്രി നിൻ്റെ ബുദ്ധിയും ശക്തിയും പരാജയപ്പെട്ട സ്ഥാനത്ത് ഹല്ലേലൂയ നിന്നെ സഹായിക്കാൻ ശക്തിയുള്ളൊരു ദൈവമുണ്ടെന്ന്, വലിപ്പമുള്ളൊരു ദൈവമുണ്ടെന്ന്, മഹത്വമുള്ളൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിയെങ്കിൽ ഇവിടെ വരുന്ന ആർക്കും നിരാശയോടെ തിരിച്ചു പോകേണ്ട കാര്യമില്ല. എൻ്റെ ദൈവം ശക്തനാണ്, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം മഹത്വമുള്ളവനാണ്, എൻ്റെ ദൈവം ദയയുള്ളവനാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദയ എനിക്കും എൻ്റെ വിഷയത്തിനും വേണ്ടി കർത്താവേ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് രാത്രി ഈ വിശ്വാസത്തെ മാനിച്ച് ഹല്ലേലൂയ നിന്റെ ശക്തിയുടെ വലിപ്പം കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയുടെ ശക്തിയുടെ വലിപ്പത്താൽ അവൻ്റെ ശത്രുക്കൾ അവന് കീഴടങ്ങും. ഇന്ന് രാത്രി നിനക്കെതിരായി നിൽക്കുന്ന സകല ശത്രുക്കളെയും കീഴടക്കുവാൻ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല നിങ്ങളുടെ നേരെ നിൽക്കുന്ന ശത്രു ആരാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ദൈവമക്കൾക്ക് എതിരായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പേഴ്സോണിഫൈ ചെയ്ത് കാണുവാൻ ഇടയായി തീർന്നാൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാവുണ്ട്, ഒരു ദുഷ്ടശക്തിയുണ്ട്, ദുഷ്ടമായ ചില ശക്തികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ശത്രുവിൻ്റെ ശക്തിയെ കീഴടക്കാൻ തക്കവണ്ണമുള്ള യഹോവയുടെ ശക്തിയെക്കുറിച്ച് ഒരു വെളിപ്പാട് പ്രാപിച്ചാൽ ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയട്ടെ, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന വാക്യമാണ്. യഹോവയുടെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ഇന്ന് രാത്രി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്റെ ജീവിതത്തോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ, സമ്പത്തിനോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രു ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയോട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, ആരോഗ്യത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, നിന്റെ ജീവിതത്തിലെ നന്മകളോട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശത്രു ഉണ്ടെങ്കിൽ അവനെ കീഴടക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഷുവറായിട്ടുള്ള ആയുധം ഏതെന്ന് ചോദിച്ചാൽ യഹോവയുടെ ശക്തി അതിന്മേൽ പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് അതിന്മേൽ പ്രവർത്തിക്കട്ടെ. നിനക്ക് ഒതുങ്ങാത്ത വിഷയങ്ങൾ, നിനക്ക് അടക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ ശക്തിയുടെ വലിപ്പത്താൽ നിനക്ക് കീഴടങ്ങുമെന്ന് വചനം പറയുമ്പോൾ വിശ്വസിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ. യേശുക്രിസ്തു മാർത്തയോട് പറഞ്ഞു, മറിയയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ശക്തിയുടെ മഹത്വവും അവൻ്റെ ശക്തിയുടെ തേജസ്സും നീ കാണും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിലോട്ട് തന്നെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം, ദൈവത്തിൻ്റെ ശക്തിയുടെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തിയുടെ തേജസ് ഇന്ന് കാണുവാൻ ഒരു പ്രവൃത്തി വെളിപ്പെടും. രക്തത്താൽ ജയമെടുക്കുക. ഇന്ന് രാത്രി കർത്താവേ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൃപയാൽ ചില വിഷയങ്ങൾക്ക് നിന്റെ പ്രവൃത്തികളുടെ വലിപ്പം വെളിപ്പെടട്ടെ, നിന്റെ പ്രവൃത്തിയുടെ ശക്തി വെളിപ്പെടട്ടെ, നിന്റെ പ്രവൃത്തികളുടെ മഹത്വവും തേജസ്സും വെളിപ്പെടുമാറാകണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തിയോടെ, അതിൻ്റെ മഹത്വത്തോടെ,
അതിൻ്റെ തേജസ്സോടെ, അതിൻ്റെ വലുപ്പത്തോടെ സത്യമായിട്ടും ന്യായമായിട്ടും വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ കരമുയർത്തി ഒരു നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ചില വിഷയങ്ങളുടെ ആഴങ്ങളിൽ ഈ ശക്തി വ്യാപരിക്കുമാറാകണമേ. സുവിശേഷം 11-ാം അധ്യായം 39-ാം വാക്യം. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ എന്തോ കാണും? ദൈവത്തിന്റെ മഹത്വം. അതെങ്ങനെ കാണും? അതറിയണമെങ്കിൽ ഇന്ന് നമ്മൾ വായിച്ച 111-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 3-ാം വാക്യം. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്. ദൈവത്തിന്റെ മഹത്വം എങ്ങനെ കാണും? ദൈവത്തിന്റെ പ്രവൃത്തിയിൽ കൂടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മഹത്വം കാണേണ്ടത് നോട്ട് ഫ്രം യുവർ ഇമാജിനേഷൻ, ഒരു സാങ്കല്പത്തിൽ കൂടെയല്ല ദൈവത്തിൻ്റെ മഹത്വം കാണേണ്ടത്, അവൻ്റെ പ്രവൃത്തിയിൽ കൂടെ നമ്മുടെ അനുഭവമായി കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, തൊട്ട് നോക്കത്തക്കവണ്ണം, ഇത് വീട്ടിൽ ചെന്ന് മനസ്സിലാക്കത്തക്കവണ്ണം, ഇവിടെ നിന്ന് കേട്ട് കഴിയുമ്പോൾ നടക്കുന്ന ഒരു ബ്രെയിൻ വാഷ് ആയിട്ടല്ല, ഇവിടെ നിന്ന് തിരിച്ചു ചെല്ലുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന, കൈകൊണ്ട് തൊട്ട് നോക്കാവുന്ന, ജീവിതത്തിൽ അനുഭവിച്ചറിയാവുന്ന ഒരു റിയാലിറ്റി ആയിട്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ അവന്റെ പ്രവൃത്തി നിന്റെ വീട്ടിൽ വെളിപ്പെടണം, നിന്റെ വിഷയത്തിൽ വെളിപ്പെടണം, നിന്റെ ജോലിയിൽ വെളിപ്പെടണം. ഇന്ന് രാത്രി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്ല വിഷയങ്ങളും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വിഷയത്തിന്മേൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ ഞാനും നീയും അവന്റെ മഹത്വം കാണും. I will see his glory if the power of God manifest through his deeds. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചില പ്രവൃത്തികൾ വെളിപ്പെടണം, ചില പ്രവൃത്തികൾ വെളിപ്പെടണം. ശക്തിയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറ, എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തില് വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി ചില പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായി അപ്പറ ബൗറ ശബ്ദർ ഖൗറ അതുല ജബന ദലബല ഹർദൽ ബൗറ അപ്പറ ഹർദൽ ഖൗറക ജഗരക ജനബല ഹസ്തൽ ബൗറ ജീവ രാഗ റീമൻ ഖൈദ. ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി അടച്ചു വച്ചിരിക്കുന്ന ചിലത് വെളിയിൽ വരട്ടെ, അടച്ചു വച്ചിരിക്കുന്ന ചിലത് വെളിയിൽ വരട്ടെ. കല്ലുരുട്ടി അടച്ചു വച്ചിരിക്കുന്നത് ചിലത് വെളിയിൽ വരട്ടെ. Praise God. Hallelujah. മാർത്തയും മറിയയും അവൻ്റെ പ്രവൃത്തിയുടെ മഹത്വം കാണണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതിയോ? യേശുണ്ട്, അത് കാരണം ഞങ്ങൾക്കൊരു ദോഷവും വരത്തില്ലെന്നേ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളതോ അത് പ്രശ്നമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത്രയേ ഉള്ളൂ.
ഇപ്പോൾ ഉള്ളത് പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ട് പറ്റുകയില്ല. പ്രൈസ് ഗോഡ്. കാരണം ബഥാന്യയിൽ മാർത്ത എന്നും മറിയ എന്നും പേരുള്ള 2 സഹോദരിമാരുണ്ടായിരുന്നു. അവർക്കോ ഏക സഹോദരനായിരുന്നു ലാസർ. ലാസറിന് ഒരു വലിയ ദീനം പിടിച്ചു. യേശുവിനെ വിളിച്ചുകൊണ്ടുവരുവാൻ ആളയച്ചു. യേശു താമസിച്ചേ വന്നത്. അവരുടെ ബുദ്ധി പറഞ്ഞതെന്നറിയാമോ? യേശു താമസിച്ച് വന്നപ്പോൾ, ഹല്ലേലൂയ, മാർത്തയുടെ ബുദ്ധി പറഞ്ഞത് 21-ാം വാക്യം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മാർത്ത പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മറിയ എന്നാ പറഞ്ഞത്? 32-ാം വാക്യം. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എടുത്തിക്ക് അനിയത്തിക്ക് ഒന്നേ പറയാനുള്ളൂ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ ഇപ്പം മരിച്ചുപോയി. നീ വന്നുമില്ല, മരിച്ചും പോയി. ഇതിനിടയ്ക്ക് മാർത്തയോട് യേശു, പ്രൈസ് ഗോഡ്, ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഏത് യേശുവിനോടെന്നറിയാമോ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരനെ മരിക്കാതാക്കുവാൻ കഴിയുമായിരുന്നു. യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ദീനം ഭേദമാകുമായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ യേശുവിന് ഞാൻ 2 കാര്യം കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. മാർത്തയും മറിയയും പറയുകയാണ്, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. നിനക്ക് മരണത്തെ തടുക്കാൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. രണ്ടാമത് പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് വെച്ചാൽ, പ്രൈസ് ഗോഡ്, അവൻ്റെ ദീനം മാറി അവൻ സൗഖ്യമായേനെയും. എന്ന് വെച്ചാൽ നിനക്ക് രോഗം മാറ്റാൻ, രോഗശാന്തിക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാം. യേശുവിനെ കുറിച്ചുള്ള നല്ല 2 വിശ്വാസമാണ്, ഉഗ്രൻ വിശ്വാസമാണ്. ഒന്ന്, യേശുവിന് ഈ മാരകമായ ഒരു രോഗത്തെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്. 2, യേശുവിന് മരണത്തെ തടുത്തു നിർത്താൻ കഴിവുണ്ട്. പ്രൈസ് ഗോഡ്. ഈ 2 അറിവുമുള്ള വ്യക്തികളാണ് പറയുന്നത്. അവരുടെ അറിവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ അറിവ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇന്ന് രാത്രി ജ്ഞാനത്തിൻ്റെ ആരംഭം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന് പറയുമ്പോൾ, ദൈവഭയം അറിവിൻ്റെ ആരംഭമാണെന്ന് വിചാരിച്ച് വല്ല അറിവും ഉണ്ടെങ്കിൽ അതും കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കല്ലേ. നിനക്ക് നഷ്ടം വരുമ്പോൾ ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ പോയേക്കും. പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നല്ല 2 അറിവാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നുള്ള വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഫർമേഷനാണ് ഇവരുടെ കയ്യിലുള്ളത്. ഓ നോ, 2 ഓഫ് ദ ബെസ്റ്റ് ഇൻഫർമേഷൻസ്. 2 ബെസ്റ്റ് വരത്തില്ല എങ്കിലും ഞാൻ പറയുക, നല്ല 2 അറിവ് ഇവരുടെ കയ്യിലുണ്ട്. അത് രക്തത്തിൽ അലിഞ്ഞു കിടക്കുക. അത് ചേടുത്തിക്കൊണ്ട് അനീത്തിക്കൊണ്ട്, അത് തത്തമ്മ പൂച്ച എന്ന് പറയുന്നത് പോലെ 2 പേരും സെയിം തിങ് റിപ്പീറ്റിംഗ്, സെയിം സെൻറ്റൻസ് ദേ ആർ റിപ്പീറ്റിംഗ് in 2 occasions in different place, but to the same man.
or same power. ഹല്ലേലൂയ. അപ്പം ഇവർക്ക് നല്ല 2 അറിവുണ്ട്. പക്ഷേ ആ അറിവ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 32-ാം വാക്യത്തിലെ അറിവും 28-ാം വാക്യത്തിലെ അറിവും ഇവരെവിടെ കൊണ്ട് എത്തിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. 39-ാം വാക്യത്തിൽ എത്തിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരറിവും കൂടെ ഉണ്ട്. 11-ാം അധ്യായം 23-ാം വാക്യം. യേശു അവളോട്, അല്ല 22-ാം വാക്യം, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പം അറിവെന്തുവാ? കർത്താവ് വിചാരിച്ചാൽ എൻ്റെ പ്രശ്നം തീരാനേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ദൈവം സഹായിച്ചാൽ എൻ്റെ പ്രശ്നം തീരാനേ ഉള്ളെന്ന് വിശ്വാസമുള്ള കാര്യം എടുത്ത് സ്തോത്രം പറഞ്ഞാട്ട്. ഇതുകൊണ്ട് പ്രയോജനമില്ല. ഈ പറഞ്ഞതനുസരിച്ച് ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാരണം ദൈവത്തിന് സ്തോത്രം, 22-ാം അധ്യായത്തിൽ ഈ അറിവുണ്ടായിട്ടും 39-ാം അധ്യായത്തിൽ ആൾ ചത്തകത്തിരിക്കുക. ദൈവമക്കളെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇന്ന് രാത്രി പ്രയോജനമുള്ളൊരറിവായി മാറണം. പ്രൈസ് ഗോഡ്. അതിനെന്ത് ചെയ്യണം? നിൻ്റെ പ്രവൃത്തിയുടെ മഹത്വവും തേജസ്സും ഇന്ന് വെളിപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്വവും തേജസ്സും എൻ്റെ അറിവിനപ്പുറത്തായി, എൻ്റെ വിശ്വാസത്തിനപ്പുറത്തായി ഒരു യാഥാർത്ഥ്യമായി എനിക്ക് വെളിപ്പെടണമെന്ന്, ഞാൻ കാണണമെന്ന്, എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്ന്, എൻ്റെ ബുദ്ധിയിലല്ല എൻ്റെ കൈ കൊണ്ട് തൊടത്തക്കവണ്ണം ഒരു ലാസർ വെളിയിൽ വരുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണണമെന്ന്. ആമേൻ. ഒരു വിശ്വാസം എത്ര പേർക്കുണ്ടോ? ആ വിശ്വാസത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി ഇതുവരെയുള്ള നമ്മുടെ അറിവിന്റെ അപ്പുറത്തായിട്ട് ഒരു വലിയ അറിവ് ഇന്ന് രാത്രി പ്രാപിച്ചേ പോകാവൂ. ഇന്ന് രാത്രി അത് പ്രാപിച്ചേ പോകാവൂ. ആ അറിവ് നിന്നെ എവിടെ എത്തിക്കുമെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഒരു വിശ്വാസത്തിലേക്ക്. ഇന്ന് രാത്രി ഏത് വിശ്വാസമാണ് നമുക്ക് വേണ്ടത്? യേശുവിന് കഴിവുണ്ടെന്നുള്ള വിശ്വാസമല്ല, യേശുവിന് കഴിയുമെന്നുള്ള വിശ്വാസമല്ല, യേശുവിന് രോഗശാന്തിക്ക് കഴിവുണ്ടെന്നുള്ള വിശ്വാസമല്ല, യേശുവിന് മരണത്തെ തടുക്കാനുള്ള കഴിവുണ്ടെന്നുള്ള വിശ്വാസമല്ല. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് ഈ യേശുവിനുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? This Jesus has got the power to solve all my problems. This Jesus has got power to solve all my problems. ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങളെ തൊട്ട്, നിന്റെ വിഷയങ്ങളെ തൊട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പക്ഷെ ഒരു കുഴപ്പമെന്നറിയാമോ? ഈ അറിവ് കൂടാതെ നിന്റെ എക്സ്പീരിയൻസിൽ നിന്ന്, കോമൺ സെൻസിൽ നിന്ന്, ഇൻ്റലിജൻസിൽ നിന്ന് there is another information or a few more informations. ഹല്ലേലൂയ. വേറെ ചില ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്, ഫീഡ് ചെയ്തിട്ടുണ്ട്. അതെവിടെ നിന്നറിയാമോ? ഒന്ന്, ഫ്രം എക്സ്പീരിയൻസ്. 2, ഫ്രം കോമൺ സെൻസ്. 3, ഫ്രം ഇൻ്റലിജൻസ്. ഇന്ന് രാത്രി ഈ 3 സോഴ്സിൽ നിന്നുമുള്ള അറിവ് മാർത്തയെ കൊണ്ട് പറയിപ്പിച്ച വാക്യമാണ് 39. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി. അറിവൊന്ന്, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഇൻഫർമേഷൻ 2. പ്രൈസ് ഗോഡ്. കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി.
പ്രൈസ് ഗോഡ്. 4 ദിവസമായി, മരിച്ചിട്ട് 4 ദിവസമായെന്ന് മാർത്തയ്ക്ക് നന്നായിട്ടറിയാം. മാർത്തയും മറിയയും കൂടെ നോക്കി നിൽക്കുമ്പോഴാണ് പ്രൈസ് ഗോഡ് ഈ കല്ലറയ്ക്കകത്ത് വച്ച് ലാസറിൻ്റെ ശരീരം വച്ച് അതിനെ കല്ല് വെച്ച് അടച്ചത്. പ്രൈസ് ഗോഡ്. മാർത്തയ്ക്കും മറിയയ്ക്കും ഒരറിവുണ്ടായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. നീ മരണത്തിൻ്റെ മേൽ സ്റ്റേ ഓർഡർ കൊടുക്കാൻ കഴിവുള്ളവനാണ്. പ്രൈസ് ഗോഡ്. നീ രോഗം സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ്. പക്ഷെ ഈ വിശ്വാസം 11-ാം അധ്യായത്തിൽ തന്നെ ആ 31-ാം വാക്യം, വീട്ടിൽ അവളോട് കൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ. 36, 35 മാറും. യേശു കണ്ണുനീർ വാർത്തു. 34 തൊട്ട് വായിച്ചേ. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. എന്നിട്ട് യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. എന്നിട്ട് ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടന്റെ കണ്ണു തുറന്ന ഇവന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം യഹൂദന്മാരിൽ ചിലർക്ക് ഉണ്ടായിരുന്ന അറിവിൽ നിന്നും ഒട്ടും വിശേഷതയുള്ള അറിവായിരുന്നില്ല മാർത്തയ്ക്കും മറിയയ്ക്കും ഉണ്ടായിരുന്നത്. പ്രൈസ് ഗോഡ്. ഇവനെ വേണമെങ്കിൽ മരിക്കാതാക്കാൻ പറ്റത്തില്ലായിരുന്നോ? രോഗസൗഖ്യം നിനക്ക് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിവുള്ള നീ, കുരുടൻ്റെ കണ്ണ് തുറന്ന നീ, ഇവനെ വേണമെങ്കിൽ മരിക്കാതാക്കാൻ സാധിക്കത്തില്ലായിരുന്നോ? ഇതേ അർത്ഥത്തിൽ തന്നെയാണ് മാർത്ത ചോദിച്ചതും മറിയ ചോദിച്ചതും. നീ ഇവിടെ വന്നിരുന്നെങ്കിൽ എൻ്റെ സന്നം മരിക്കത്തില്ലായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് സ്തോത്രം, അവരുടെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യം, അവരുടെ സഹോദരൻ മരിക്കുന്നത് അവർ കണ്ടു. അവനെ ശീലയിൽ പൊതിഞ്ഞ് കല്ലറയ്ക്കകത്ത് വയ്ക്കുന്നതും അവർ കണ്ടു എന്ന് 3 ദിവസം മുമ്പ്, 4-ാമത്തെ ദിവസമായിരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ ഡെഡ് ബോഡി കല്ലറയ്ക്കകത്തിരിക്കുകയാണ്. ഇവർക്കൊരനുഭവമുണ്ട്. ചാള മേടിച്ചാലും അയില മേടിച്ചാലും, പ്രൈസ് ഗോഡ്, കാലത്ത് മേടിച്ചത് കറി വയ്ക്കാൻ താമസിച്ചാലും വൈകുന്നേരമാകുമ്പോൾ ചീയും, നാറ്റം വയ്ക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ അവർക്ക് നന്നായിട്ടറിയാം, ജീവൻ പോയ ഈ മൃതശരീരം കല്ലിനകത്ത് കിടന്ന് പുഴുവരിച്ച് ദ്രവിച്ച്, പ്രൈസ് ഗോഡ്, നാറുന്നുണ്ടാകും. എവിടെ നിന്ന് കിട്ടിയ അറിവാണെന്നറിയാമോ? കോമൺ സെൻസ്, ഇൻ്റലിജൻസ്, എക്സ്പീരിയൻസ്. സത്യമാണോ? 100% സത്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ആ സത്യമായ അനുഭവങ്ങളെ മാറ്റിമറിക്കാൻ ഒരു കാര്യത്തിന് കഴിയും. ഏതാണെന്നറിയാമോ? ദൈവപ്രവൃത്തിയുടെ മഹത്വം കാണത്തക്കവണ്ണമുള്ള ഒരു വിശ്വാസം മാർത്തയെ നിനക്ക് ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കയ്യിലുള്ള തെളിവുകൾ വച്ച് അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളും കൊണ്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുകയാണെങ്കിൽ, ആ അറിവ് അങ്ങ് മാറ്റി വച്ചിട്ട്, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും, എനിക്ക് വേണ്ടി വെളിപ്പെടും, എൻ്റെ പ്രശ്നത്തിന്മേൽ വെളിപ്പെടും. ബുദ്ധി കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയമായാലും ഇന്ന് രാത്രി എൻ്റെ യേശുവിൻ്റെ ശക്തി അതിനപ്പുറത്ത് വ്യാപരിക്കത്തക്കവണ്ണം മഹത്തായ ശക്തിയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ അല്പസമയം ആരാധിക്കാം. ഇന്ന് രാത്രി അതുര ജബര ദലകൽ കൗഡ ശബ്ദർ കൗഡ ദിനബല ഹസ്തന ഭവിഷ്യ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാ. സാധ്യ
സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിയതീതമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിയതീതമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതം ശക്തി എന്നിൽ ജനിച്ചെന്റെ ദൈവം എന്നെ നടത്തുന്നു. അവൻ ബുദ്ധിക്കതീതം അത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാണ്. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവിൻ കൂടെയുള്ളതാണ്. ഇന്ന് എങ്ങനെ വെളിയിൽ വരണം? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 verse 23 and 24. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഹിസ് ഫോർ നോളജ് ആൻഡ് ഹിസ് പെർമനന്റ് പ്ലാൻ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. എന്നിട്ട് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത വാക്യം, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി, ആ ശക്തിയാണ് എനിക്ക് നിനക്കും വേണ്ടി വ്യാപരിക്കേണ്ടത്. പിടിച്ചു വച്ചിരിക്കുന്ന മരണം, പിടിച്ചു വച്ചിരിക്കുന്ന അവൻ ശത്രു പിടിച്ചു വച്ചിരിക്കുന്ന അധികാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഷേപ്പ് മാറ്റിയ അനുഭവങ്ങളെ മാറ്റിയ, അവസ്ഥകളെ മാറ്റിയ, നാട്ടം വപ്പിച്ച വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കണം യേശുവിന്റെ ശക്തി. ഇന്ന് രാത്രി ആ ശക്തി വ്യാപരിക്കത്തക്കവണ്ണം ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിനക്ക് അസാധ്യമെന്ന് കഴിഞ്ഞ നാളുകളിൽ എഴുതി തള്ളിയ ചില വിഷയങ്ങളുടെ മേൽ എന്റെ യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി അത്ഭുതകരമായി വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. വിശ്വസിച്ച് ആരാധിച്ചാട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി വിശ്വസിക്കാവുന്നിടത്തോളം വിശ്വസിച്ച് ആരാധിക്ക്. മതിയായിരുന്നു. എന്തിനാ? സൗഖ്യമാക്കാൻ. ശരാ, പ്രൈസ് ഗോഡ്. വൈറൽ ഫീവർ മാറുന്നതിൻ്റെ മരുന്നിൻ്റെ ശക്തി പോരാ. ടൈഫോയിഡ് മാറുന്നതിൻ്റെ ശക്തി പോരാ. ക്യാൻസർ മാറുന്നതിൻ്റെ ശക്തി കൊണ്ട് ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല. അതിനേക്കാൾ ശക്തി വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി മരിക്കുന്നതിന് തടയുന്ന ശക്തിയല്ല, പനി മാറാൻ വേണ്ട ശക്തിയല്ല, ന്യൂമോണിയ മാറാൻ വേണ്ട ശക്തിയല്ല, ടൈഫോയിഡ് മാറാൻ വേണ്ട ശക്തിയല്ല, ക്യാൻസർ മാറേണ്ട ശക്തിയല്ല. നിനക്ക് ആവശ്യം മരണത്തെ തടയുന്ന ശക്തി. That prevents death. യേശുവിന്റെ നാമത്തിൽ ആ ശക്തിയാണ് നിനക്ക് വേണ്ടി വ്യാപരിക്കേണ്ടത്. ആമേൻ. പോരാ.
മരണത്തെ തടയാനുള്ള ശക്തിയാണ് നിനക്ക് വേണ്ടതെങ്കിൽ 4 ദിവസം മുമ്പത്തെ കാര്യമാണ്. ഇന്ന് കാര്യം മാറി. മരിച്ചു കഴിഞ്ഞു, നാറ്റവും വച്ചു കഴിഞ്ഞു. ശരീരത്തിലെ അവയവങ്ങൾ പലതും പ്രൈസ് ഗോഡ് പ്രവർത്തനരഹിതമായേക്കുകയല്ല, പുഴുവരിച്ച് ചീഞ്ഞു നാറി. ബ്രെയിൻ പുഴുവാണ്, ഹാർട്ടിൽ പുഴുവാണ്, വൻകുടലിലും ചെറുകടലിലും പുഴുവാണ്, ലിവറിലും പുഴുവാണ്, ലങ്സിലും പുഴുവാണ്, അസ്ഥികൾക്കകത്ത് വരെ പുഴു കയറി ഇറങ്ങുകയാണ്. ഇനി ഒന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ലെന്ന് പറയുമ്പോഴാണ് ഈ വിശ്വാസം വ്യാപരിക്കേണ്ടത്. ഇന്ന് രാത്രി വക്കീല് പറയും സാധിക്കത്തില്ല, കോടതി പറയും സാധിക്കത്തില്ല, പോലീസ് പറയും സാധിക്കത്തില്ല, ബാങ്ക് മാനേജർ പറയും സാധിക്കത്തില്ല, നിന്റെ കൂട്ടാളി പറയും നടക്കത്തില്ല, മക്കൾ പറയും നടക്കത്തില്ല, മാതാപിതാക്കൾ പറയും നടക്കത്തില്ല, നിന്റെ കൂട്ടു വിശ്വാസി പറയും നടക്കത്തില്ല. എന്നാൽ യേശു പറയുന്നു, വിശ്വസിച്ചാൽ 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 by faith, by faith, by faith, you are going to see the glory of God. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ വിശ്വാസം വെളിപ്പെടട്ടെ, ആ വിശ്വാസം വെളിപ്പെടട്ടെ, അത് പ്രവൃത്തിയിൽ വെളിപ്പെടട്ടെ, അത് ജീവിതത്തിൽ വെളിപ്പെടട്ടെ, മഹത്വത്തോടെ വെളിപ്പെടട്ടെ, തേജസ്സോടെ വെളിപ്പെടട്ടെ, ശക്തിയോടെ വെളിപ്പെടട്ടെ, നാമ സത്യമായി വെളിപ്പെടട്ടെ, വലിപ്പത്തോടെ വെളിപ്പെടട്ടെ. ആമേൻ. ഈ വെളിപ്പാടാണ് ശരിയായ ജ്ഞാനം. അതെവിടെ നിന്ന് കിട്ടും? ദൈവഭയം കൊണ്ട്, യഹോവ ഭക്തി കൊണ്ട്. ഇന്ന് രാത്രി ആ വെളിപ്പാട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പേടിക്കേണ്ടതുപോലെ പേടിയില്ല. ഇന്ന് അതുപോലൊരു ഭയം വരത്തക്കവണ്ണം, അതുപോലൊരു വെളിപ്പാട് വരത്തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഏത് വിശ്വാസമാണ് വേണ്ടത്? ഏത് വിശ്വാസമാണ് വേണ്ടത്? മൂക്കിപ്പനി മാറ്റുന്ന വിശ്വാസമല്ല, ടൈഫോയിഡ് ന്യൂമോണിയയും മാറ്റാനുള്ള വിശ്വാസമല്ല, പ്രൈസ് ഗോഡ്, ക്യാൻസർ മാറ്റാനുള്ള വിശ്വാസമല്ല, മരണത്തെ തടുക്കാനുള്ള വിശ്വാസമല്ല, മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വച്ചാലും ജീവൻ വപ്പിക്കുന്ന വിശ്വാസം, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന വിശ്വാസം, വെളിയിൽ കൊണ്ടുവരുന്ന വിശ്വാസം. ഇന്ന് രാത്രി നാറ്റം വച്ച് കിടക്കുന്ന ചില വിഷയങ്ങൾ ജീവനോടെ വെളിയിൽ വരണം. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ബിസിനസ്സിൽ ഹല്ലേലൂയ ചത്തു കിടക്കുന്ന വിഷയങ്ങൾ, ഇനി അനങ്ങത്തില്ലെന്ന് പറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, ഇനി ചലിക്കത്തില്ലെന്ന് പറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, ശത്രു കെട്ടി അടച്ചത്, ശത്രു കൊട്ടി അടച്ചത് tonight has to come out. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ചിലത് വെളിയിൽ കൊണ്ടുവരും? ഇന്ന് രാത്രി എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് വെളിയിൽ കൊണ്ടുവരും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലത് വെളിയിൽ കൊണ്ടുവരും, എൻ്റെ ജോലിക്ക് വേണ്ടി, എൻ്റെ ബിസിനസ്സിന് വേണ്ടി. ഏത് വെളിയിൽ കൊണ്ടുവരും? ഒരു സാധ്യതയും ഇല്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങൾ. ആമേൻ. ഈ ഒരു വിശ്വാസത്തോടെ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുള്ള കരമുയർത്തിയാട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനത്തുനിന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ വിശ്വാസം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ഏത് വിഷയമെന്ന് എനിക്കറിയത്തില്ല. നാറ്റം വെച്ച് കിടക്കുന്ന വിഷയമാണോന്ന് എനിക്കറിയത്തില്ല. കല്ലറയ്ക്കകത്ത് ശത്രു ഇട്ട് കല്ലുരുട്ടി വച്ചിരിക്കുന്ന വിഷയമാണോന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? നിങ്ങൾ ആ കല്ലൊന്നുരുട്ടി മാറ്റാമോ? ഏത് കല്ല്? നിന്റെ അനുഗ്രഹത്തെ തടയുന്ന കല്ല്. അത് ഏത് കല്ല്? അവിശ്വാസത്തിൻ്റെ കല്ല്. ഇന്ന് രാത്രി എൻ്റെയും നിൻ്റെയും അനുഗ്രഹങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്ന ചില അവിശ്വാസത്തിൻ്റെ കല്ലുകൾ യേശു പറയുന്നു, നിനക്കൊരുട്ടി മാറ്റാൻ സാധിക്കുമോ? ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഉരുട്ടി മാറ്റാൻ സാധിക്കുമെങ്കിൽ ഞാനും നീയും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുകയാണ്. അവൻ്റെ തേജസ്സുള്ള പ്രവൃത്തി കാണാൻ പോകുകയാണ്. അവൻ്റെ വലിപ്പമുള്ള പ്രവൃത്തി കാണാൻ പോകുകയാണ്. അവൻ്റെ ശക്തിയുള്ള പ്രവൃത്തി കാണാൻ പോകുകയാണ്. ഇന്ന് രാത്രി എനിക്ക് കർത്താവേ നിന്റെ തേജസ്സിൻ്റെ പ്രവൃത്തി കാണണം, നിന്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി കാണണം, നിന്റെ ശക്തിയുടെ പ്രവൃത്തി കാണണം, നിന്റെ ദയയുടെ പ്രവൃത്തി കാണണം. സത്യമായ നിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി എനിക്ക് കാണേ പറ്റൂ. കരമുയർത്തി പിടിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിച്ചാട്ട്. കർത്താവായിരിക്കുന്ന യേശുവേ,
ഇന്ന് രാത്രി ഞങ്ങൾ ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, അവന്റെ ആലയത്തിൽ പാർക്കുവാൻ. യേശുവേ, നീ എപ്പ വന്നാലും മതി. ഇന്നലെ വന്നില്ലെങ്കിലും 2 ദിവസം മുമ്പ് വന്നില്ലെങ്കിലും ഞങ്ങൾക്കത് വിഷയമല്ല. എന്റെ യേശുവേ, നീ എപ്പോൾ വന്നാലും മതി. നീ വരുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ, മരിച്ചുപോയ വിഷയങ്ങൾ, ചലനമറ്റ വിഷയങ്ങൾ, ചത്തുപോയ വിഷയങ്ങൾ, നാറ്റം വെച്ച വിഷയങ്ങൾ ജീവനോടെ വെളിയിൽ വരും. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവേ, കൃപ ചെയ്യണമേ. യേശുവേ, കൃപ ചെയ്യണമേ. യേശുവേ, കൃപ ചെയ്യണമേ. ശക്തിയോടെ കരമടിച്ച ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ആമേൻ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. If you would like to know more about Jesus Christ or about our ministry, use the numbers or address you see on your screen now.